കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. വനിതാ സംവരണ ഭേദഗതി ബിൽ, FCRA ഭേദഗതി, പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ള വിഷയങ്ങളിൽ യോഗത്തിൽ ചർച്ചയുയരും. വനിതാ സംവരണ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞു. സ്ത്രീ സംവരണം കോൺഗ്രസിന്റെ സാമൂഹ്യനീതി കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിക്കുമെന്നും ഖർഗെ പറഞ്ഞു. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, അങ്ങനെ വിവിധ വിഷയങ്ങൾ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയായി അല്ലേ? എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും വനിതാ സംവരണ ഭേദഗതി ബില്ല് അത് കൂടിയാലോചനകളില്ലാതെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് കേന്ദ്രം കൊണ്ടുവരാൻ നീക്കം നടത്തിയിരുന്നു. കാരണം തമിഴ്നാട്ടിലും ബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബില്ല് കേന്ദ്രം കൊണ്ടുവരുന്ന നടപടി അത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 6 മണിയോടുകൂടി തന്നെ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തണമെന്ന കാര്യത്തിൽ ഒരു ആഹ്വാനം ഈ 6 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കൃത്യമായ വിമർശനമാണ് ഈ പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഭേദഗതി ബില്ല് ഇപ്പോൾ കൊണ്ടുവരാൻ കേന്ദ്രം തീരുമാനിച്ചത്. അത് കൃത്യമായ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്നതും കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കില്ല. BJPക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുക എന്ന വിമർശനം കൂടി പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം മണ്ഡല പുനർനിർണ്ണയം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളടക്കം ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കേണ്ടതുണ്ട്. ഇത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാകുന്നു. കാരണം ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിൽ കൃത്യമായ കൂടിയാലോചനകൾ നടക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല കേന്ദ്രം. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം കോൺഗ്രസിന് മാത്രമാണ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് കേന്ദ്രം കത്തയച്ചിരുന്നത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം അവഗണിക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചു എന്ന് തന്നെ നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഈ മാസം 29, അതായത് ബംഗാൾ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഒരു സർവകക്ഷി യോഗം വിളിച്ചതിന് ശേഷം കൃത്യമായ ചർച്ചകൾ നടത്തിയ ശേഷം ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. പക്ഷേ ഈ ആവശ്യമൊന്നും കേന്ദ്രം അംഗീകരിക്കുകയും ചെയ്തില്ല. ഇതിന് പിന്നാലെയാണ് വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും പ്രവർത്തക സമിതി യോഗം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ ബില്ലിന് പുറമെ FCRA നിയമ ഭേദഗതി അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം അടക്കവും പ്രവർത്തക സമിതി ചർച്ച ചെയ്തിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ പ്രവർത്തക സമിതിയിൽ ചർച്ചയായി. അതിൽ FCRA ഉണ്ട്, കൂടാതെ വനിതാ സംവരണ ഭേദഗതി ബില്ലുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് ഇനി തുടർ നീക്കങ്ങൾ? FCRAയുടെ കാര്യത്തിലൊക്കെ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.